ധനലക്ഷ്മി ബാങ്ക് വളർച്ചയുടെ പാതയിലാണെന്നും ബാങ്കിനെക്കുറിച്ചുള്ള കുപ്രചരണങ്ങൾ സ്ഥാപിത താൽപര്യക്കാരുടേതാണെന്നും മാനേജിംഗ് ഡയറക്ടർ അമിതാഭ് ചതുർവേദി. കേരളത്തിലെ പ്രമുഖ സ്വകാര്യ ബാങ്കായ ധനലക്ഷ്മി ബാങ്കിനെ മറ്റേതെങ്കിലും ബാങ്കുമായി ലയിപ്പിക്കാൻ നീക്കം നടത്തുന്നുവെന്ന ബാങ്ക് ജീവനക്കാരുടെ സംഘടനകളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് അമിതാഭ് ചതുർവേദി കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീരെ ചെറിയ ന്യൂനപക്ഷം ജീവനക്കാരാണ് കുപ്രചരണങ്ങൾക്ക് പിന്നിൽ. ഭൂരിഭാഗം ജീവനക്കാർക്കും ഓഹരി ഉടമകൾക്കും റിസർവ് ബാങ്കിനും ബാങ്കിന്റെ പ്രവർത്തനത്തിൽ സംതൃപ്തിയാണുള്ളതെന്ന് MD വിശദീകരിച്ചു. അടുത്ത വർഷം 125 പുതിയ ശാഖകൾ തുറക്കും. അതിനായി 200 ജീവനക്കാരെ അധികമായി നിയമിക്കും. 6 മാസത്തിനുള്ളിൽ ബാങ്കിന്റെ ലാഭം വർദ്ധിക്കുമെന്നും MD പറഞ്ഞു. We are confident it will take 6 more months. I don't think we should expect magic immediately now, but definitely after March 11th, the numbers of the bank will be at par with any other banks in India. പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനും നിക്ഷേപം സമാഹരിക്കാനുമാണ് ടെസ്റ്റ് മണി സെക്യൂരിറ്റി എന്ന ബ്രോക്കിംഗ് കമ്പനിയിൽ 15% ഓഹരി നേടിയത്. ഇതിന് റിസർവ് ബാങ്കിന്റെ അംഗീകാരം പ്രതീക്ഷിക്കുകയാണ്. ജീവനക്കാർക്ക് ബാങ്കിന്റെ ഓഹരി അനുവദിച്ച ഒരേയൊരു സ്വകാര്യ ബാങ്കാണ് ധനലക്ഷ്മി ബാങ്ക് എന്നും അദ്ദേഹം പറഞ്ഞു. It's an institution. It is not run by one person. I go on leave, I leave, Jaykumar on leave. That does not mean bank stops. Sabrimala account or everything is a matter of prestige for the bank there. We have a dedicated team to handle. We have a dedicated person to handle the accounts there. There are system and checks and balances in the system there. ബാങ്കിന്റെ 8.5 കോടി ഓഹരികളിൽ വെറും 29 ലക്ഷം ഓഹരികളാണ് ഇങ്ങനെ ജീവനക്കാർക്ക് നൽകിയത്. ബാങ്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഉത്തരേന്ത്യൻ ലോബി ശ്രമിക്കുന്നുവെന്നത് വെറും ആരോപണമാണ്. കേരളത്തിലെ ബാങ്കായിട്ടും ബോർഡിൽ മലയാളികൾ ആരുമില്ലെന്ന ആക്ഷേപത്തിന് പരിഹാരമായി അടുത്ത ഒഴിവിൽ മലയാളിയായ ബോർഡംഗത്തെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.